ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ HSIയുടെ ഫിസിക്സിൻ്റെ ടെസ്റ്റ് സീരീസിലെ സ്പെക്ട്രോസ്കോപ്പി പാർട്ട് എന്നുള്ള ടെസ്റ്റിൻ്റെ സൊല്യൂഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള ടോപ്പിക്കല്ല, തേർഡ് മൊഡ്യൂളിലാണ് വരുന്നത്. തേർഡ് മൊഡ്യൂളിൽ ഒപ്റ്റിക്സിൽ പെടുന്നൊരു ഭാഗമാണ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആപ്പിലേക്കും യൂട്യൂബിലേക്കും കൂടിയാണ്. അപ്പോൾ യൂട്യൂബിൽ തന്നെ കാണുന്നവർ ഈ HSI ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ 999 റുപ്പീസിന് നിങ്ങൾക്ക് HSIയുടെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് പ്ലേ സ്റ്റോറിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിന്നോ ഫിസിക്സ് ബൈ ഗ്രേസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാൻ പറ്റും. ഓക്കെ, HSI ഫിസിക്കൽ സയൻസ് ഫിസിക്സ് ടെസ്റ്റ് സീരീസ് എന്നുള്ള കോഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ടെസ്റ്റിൻ്റെ ഡിസ്കഷനിലേക്ക് വരാണ്. 20 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് മോളിക്യൂൾ ഓഫ് n ആറ്റംസ്. n ആറ്റംസ് ഉള്ള മോളിക്യൂൾസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതിൽ ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. കാരണം XYZ എന്നുള്ള 3 ആക്സ് ഉണ്ടല്ലോ, XYZ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആറ്റത്തിന് നമുക്കിങ്ങനെ പറയാം 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാറ്റത്തിന് 3, അപ്പോൾ n ആറ്റത്തിന് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ജനറലി ഉണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. 3n ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നമ്പർ ഓഫ് ഇന്റേണൽ വൈബ്രേഷൻസ് ഓഫ് എ നോൺ ലീനിയർ മോളിക്യൂൾ ഓഫ് n ആറ്റംസ്. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു മോളിക്യൂളിൻ്റെ ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ അതിൽ ഈ 3n എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, പ്ലസ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, പ്ലസ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അങ്ങനെ മൊത്തത്തിലാണ് 3n വരുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ജനറലി ഒരു മോളിക്യൂളിന് 3 ആണ്. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഓക്സിജൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ലീനിയർ ആണ്. അല്ലെങ്കിൽ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ അല്ലെങ്കിൽ നൈട്രജൻ മോളിക്യൂൾ, അപ്പോൾ ഇവിടെയൊക്കെ 2 റൊട്ടേഷനേ വരുള്ളൂ. ലീനിയർ മോളിക്യൂൾസിനും ട്രയാറ്റോമിക് ആണെങ്കിൽ ലീനിയർ മോളിക്യൂൾസ് ആയിരിക്കണം, അവിടെ 2 റൊട്ടേഷനേ വരുള്ളൂ. 2 റൊട്ടേഷനേ വരുള്ളൂ. ബാക്കി എല്ലാ മോളിക്യൂൾസിനും, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഹയർ ആയിട്ടുള്ള മോളിക്യൂൾസിനും, ഇപ്പോൾ NH3, അമോണിയ അല്ലെങ്കിൽ വാട്ടർ H2O, ഓക്കെ, ഇതൊന്നും ലീനിയർ അല്ല. വാട്ടർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലേ വരുന്നത്, അല്ലേ? ഒരു എത്രയോ 100 ഡിഗ്രിയേക്കാളും കൂടി, എത്ര 109 ഡിഗ്രിയോ എത്ര ബൗണ്ട് ആംഗിളൊക്കെ അല്ലേ. അപ്പോൾ ഇത് ലീനിയർ അല്ല. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ 3 റൊട്ടേഷൻ തന്നെ വരും. അപ്പോൾ 2 റൊട്ടേഷൻ വരുന്ന കേസുണ്ട്, 3 റൊട്ടേഷൻ. അപ്പോൾ 2 റൊട്ടേഷൻ ഓർ 3 റൊട്ടേഷൻ, 2 റൊട്ടേഷൻ ഓർ 3 റൊട്ടേഷൻ അല്ലേ. പ്ലസ് വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൊത്തം 3n ആണല്ലോ. അപ്പോൾ വൈബ്രേഷൻ എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നോൺ ലീനിയർ മോളിക്യൂൾ അല്ലേ, അപ്പോൾ 3 റൊട്ടേഷൻ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ മൊത്തം റൊട്ടേഷൻ ട്രാൻസ്ലേഷൻ കൂട്ടുമ്പോൾ, അപ്പോൾ നോൺ ലീനിയർ ആണെങ്കിൽ 3n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നോൺ ലീനിയർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 3 റൊട്ടേഷൻ, 3 ട്രാൻസ്ലേഷൻ, 3 റൊട്ടേഷൻ, 3 റൊട്ടേഷൻ തന്നെ എഴുതാം നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ. ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 2 റൊട്ടേഷൻ എഴുതാൻ പറ്റില്ല, പ്ലസ് വൈബ്രേഷൻ. വൈബ്രേഷൻ വരെ ഞാൻ F എന്ന് എഴുതാൻ വയ്ക്കാം. അപ്പോൾ F കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടാൻ 3n - 6 ചെയ്യണം. അപ്പോൾ ലീനിയർ ആണെങ്കിലോ, ലീനിയർ ആണെങ്കിൽ 2 റൊട്ടേഷൻ വരില്ല. അപ്പോൾ 3n ഈസ് ഈക്വൽ ടു 3 + 2 പ്ലസ് റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2i പ്ലസ് വൈബ്രേഷൻ. അപ്പോൾ F കിട്ടാൻ എന്ത് ചെയ്യണം? F എന്നുള്ളത് മൊത്തം ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് ഈ ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ കൂടിയിട്ടുള്ള 5 കുറയ്ക്കണം. അപ്പോൾ ലീനിയറിന് 3n - 5ഉം നോൺ ലീനിയറിന് 3n - 6ഉം ആണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത്, മനസ്സിലായി? അപ്പോൾ ഇവിടെ നമ്മൾ നോൺ ലീനിയർ പറഞ്ഞപ്പോൾ 3n - 6 ആണ്. ലീനിയർ ആണെങ്കിൽ ഇതായിരുന്നു ആൻസർ. ഓക്കെ, നമ്പർ ഓഫ് നോർമൽ വൈബ്രേഷൻ മോഡ്സ് ഓഫ് CO2 എന്ന് പറയുമ്പോൾ അവിടെ 3 മോളിക്യൂൾസ് ആണ്. അപ്പം മൊത്തത്തിൽ 3 × 3n അല്ലേ നമ്മൾ പറഞ്ഞത്, ടോട്ടൽ 3 × 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് അല്ലേ. അതിൽ ഇത് ലീനിയർ ആണല്ലോ, ലീനിയർ ആയതുകൊണ്ട് നമുക്ക് വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് 3n -
5 അല്ലേ വരിക. അപ്പോൾ 9 മൈനസ് 5 അല്ലേ വരിക. അപ്പോൾ 4 ആണ് വരിക. 4 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇഫ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് എ ടേം ഈസ് ഡിഫൈൻഡ്, സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷൻ ആണ്. ഇതാണ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. 2s+1 കേട്ടോ, 2s+1 അതാണ് മൾട്ടിപ്ലിസിറ്റി. എസ് സ്പിന്നാണ്, 2s+1 ആണ് മൾട്ടിപ്ലിസിറ്റി. സ്പിൻ ഹാഫ് ആണ് ഈ മൾട്ടിപ്ലിസിറ്റി. 2 × ½ + 1 വരും എന്ന് പറഞ്ഞാൽ 2 വരും അല്ലേ. സ്പിന്ന് 3/2 ആണെങ്കിൽ 2 × 3/2 + 1 വരും. അപ്പോൾ അത് 4 ആവും. അപ്പോൾ എന്തായാലും ഈ 2s+1 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക മൾട്ടിപ്ലിസിറ്റി സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷനിൽ. കൂടുതൽ അത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഹയർ ലെവലാണ്, MSc ലെവലിലേക്കാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കൂ. ദ കൈനറ്റിക് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസും ഒക്കെ ഡീൽ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കൈനറ്റിക് എനർജി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലേ ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ടോട്ടൽ എനർജി ചെയ്യാന്നിരിക്കും. അപ്പോൾ ഈ കൈനറ്റിക് എനർജിനെ ടി എന്ന് ഞാൻ എഴുതിക്കോട്ടെ. ടി എത്രയാണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നെഗറ്റീവാണ് ഈ എന്നുള്ളത്. ഇത് നമുക്കറിയാലോ -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. അത് നെഗറ്റീവാണ്. അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ ഇതിനെ പോസിറ്റീവ് ആക്കിയാൽ മതി. മനസ്സിലായി? ടോട്ടൽ എനർജിയുടെ എങ്ങനെ പോസിറ്റീവ് ആക്കുക? ഒരു മൈനസ് കൂടി കൊടുത്തത് ഓൾറെഡി മൈനസ് അല്ലേ. പോസിറ്റീവ് ആക്കിയ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത് ജനറൽ ഇക്വേഷൻ ആണ് കേട്ടോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ വേണ്ടി 2e ചെയ്താൽ മതി. ചിഹ്നമൊന്നും മാറ്റണ്ട. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണല്ലോ, ടോട്ടൽ എനർജി നെഗറ്റീവാണ്, പൊട്ടൻഷ്യൽ എനർജി 2e ചെയ്താൽ മതി. അപ്പോൾ കൈനറ്റിക് എനർജി എന്നുള്ളത് ഈ 13.6 ഇലക്ട്രോൺ വോൾട്ട് തന്നെയാണ്. മൈനസ് സൈൻ ഒഴിവാക്കിയാൽ മതി. ഇത് എത്ര വരെ? 27.2 ഇലക്ട്രോൺ വോൾട്ടാണ് വിത്ത് മൈനസ് സൈൻ, ഡബിൾ ഓഫ് ദിസ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇവിടെ വരുന്നത് 13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. പ്ലസ് ആക്കിയാൽ മതി ടോട്ടൽ എനർജീനെ. അതൊന്ന് ഓർത്ത് വയ്ക്കാം. കൈനറ്റിക് എനർജി ഈസ് -e ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓക്കെ. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അതിനെ വിരിയൽ തിയറം എന്നാണ് പറയുക. വിരിയൽ തിയറത്തിൽ നിന്നാണ് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അത് നമ്മൾ ഓർക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഇത് ഓർത്താൽ മതി. കൈനറ്റിക് എനർജി ഈസ് മൈനസ് ഓഫ് ദ ടോട്ടൽ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് 2 times ടോട്ടൽ എനർജി. എ മോളിക്യൂൾ ക്യാൻ ബി ഇൻഫ്രാറെഡ് ആക്റ്റീവ് പ്രൊവൈഡഡ് എ മോഡ് ഓഫ് വൈബ്രേഷൻ പ്രൊഡ്യൂസസ്. ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരണം. അതൊന്ന് ഓർത്ത് വയ്ക്കണം നിങ്ങൾ. ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരണം. അപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ. ദർ ഇസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വന്നാലാണ് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആകണമെങ്കിൽ ഓക്കെ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരണം. ഇതിൽ ഇനി അടുത്തത് നോക്കൂ. മാച്ച് ദ ടിപ്പിക്കൽ സ്പെക്ട്രോസ്കോപ്പ് റീജിയൻ സ്പെസിഫൈഡ് ഇൻ ഗ്രൂപ്പ് 1 വിത്ത് ദ കറസ്പോണ്ടിങ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ഗ്രൂപ്പ് 2. ഇൻഫ്രാറെഡ് റീജിയൻ ഏതിലാണ് വരുന്നത്? ഏത് ട്രാൻസിഷൻ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജനറലി അത് പറയാം. ജനറലി ആ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ജനറലി പറയുമ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൽ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഓർബിറ്റിൽ നിന്ന് താഴത്തെ അല്ലേ, ഇതിപ്പോൾ ന്യൂക്ലിയസ് ആണെന്നിരിക്കും. ഫസ്റ്റ് ഓർബിറ്റ് കെ ഷെല്ല്, രണ്ടാമത് എൽ ഷെല്ല്, പിന്നെ എം ഷെല്ല്, ഇങ്ങനെ അല്ലേ ഓർബിറ്റുകളുണ്ടല്ലോ. അപ്പോൾ KLM. ഈ ഷെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു അല്ലേ. അപ്പോൾ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. മനസ്സിലായ? ഇപ്പോൾ എൻ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലേക്ക് വരുമ്പോൾ ഒരു ഇലക്ട്രോൺ താഴേക്ക് വീഴുമ്പോൾ റേഡിയേഷൻ എമിറ്റ്. അതിന് ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയാം. അതിൻ്റെ എനർജിന് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. അത് ഈ ഗ്യാപ്പിന് ഈക്വൽ ആയിരിക്കും. ശരിക്കും അത് ഏതിലാണ് വരിക എന്ന് വെച്ചാൽ ടിപ്പിക്കലി UV അല്ലെങ്കിൽ വിസിബിൾ ഫോട്ടോൺ ആണ്. ഇത് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ നമുക്കറിയാം ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ ചാടുമ്പോൾ അതിൻ്റെ എനർജി കുറയ്ക്കണമല്ലോ. അപ്പോൾ ബോർ പറയുന്ന അനുസരിച്ച് ആ ഹയർ ഓർബിറ്റ് E2 - E1 ഹയർ ഓർബിറ്റിൻ്റെ എനർജി മൈനസ് ലോവർ ഓർബിറ്റിൻ്റെ എനർജി Hν ഈക്വൽ ആയിരിക്കും. ബോർ മോഡലിൽ പറയുന്നതാണ്. മാക്സ് പ്ലാങ്കിൻ്റെ ഇക്വേഷൻ ആണത്. അപ്പോൾ ഈ ഫോട്ടോണിൻ്റെ എനർജി ഒന്ന് UV റീജിയൻ, വിസിബിൾ റീജിയൻ. പക്ഷേ അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വലിയ ആറ്റങ്ങൾ, ഹൈഡ്രജൻ ആറ്റം അല്ല, വലിയ ആറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എക്സ്റേ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോപ്പറാണ്. കോപ്പർ K alpha എന്ന് പറയാം. അപ്പോൾ കോപ്പർ എന്നുള്ള വലിയ ആറ്റമാണ്. അവരുടെ എനർജി ലെവൽസ് തമ്മിൽ നല്ല ഗ്യാപ്പാണ്. അപ്പോൾ അവർ ഇന്നർ എനർജി ലെവൽസ് ഒക്കെ തമ്മിൽ നല്ല ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് ന്യൂക്ലിയസ്, ഇത് K ഷെല്ല്, എൽ ഷെല്ലും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്.
അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ അത് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ കുറച്ചുകൂടി എനർജി കൂടുതലാണ്. വിസിബിളിനേക്കാളും യു വിയേക്കാളും എനർജി കൂടുതലാണല്ലോ. വിസിബിളിനേക്കാളും എനർജി കൂടുതലാണല്ലോ യു വി. അതിൽ എനർജി കൂടിയതാണ് എക്സ്റേ. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കുമ്പോൾ RMI ലെക്സ് ജി, ഇത് നമുക്കൊരു ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ, അതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും എനർജി കൂടുകയാണ്, എനർജി ഈ സൈഡിലേക്ക് കൂടുകയാണ്. വേവ് ലെങ്ത് ഇവിടേക്കാണ് കൂടുതൽ, ലാംഡ ഇവിടേക്കാണ് കൂടുക. ഓക്കെ, എനർജി ഇവിടേക്കാണ്. അപ്പോൾ ലൈറ്റിനേക്കാളും അൾട്രാവയലറ്റിലെ എനർജി കൂടുതൽ എക്സ്റേ. അപ്പോൾ എക്സ്റേ എമിറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇന്നർ ഓർബിറ്റുകൾ തമ്മിൽ അകലം കൂടുതലായിരിക്കും. എനർജിയിലുള്ള അകലം ഞാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? ഇന്നർ ഓർബിറ്റുകൾ തമ്മിൽ എനർജിയിലുള്ള അകലം കൂടുതലായിരിക്കും. ഓർബിറ്റുകൾ തമ്മിലുള്ള അകലവും കൂടുതലായിരിക്കും, എനർജിയിലുള്ള അകലവും കൂടുതൽ. അപ്പോൾ എനർജി ഡിഫറൻസ് കൂടുതലായതുകൊണ്ട് വലിയ ആറ്റങ്ങളുടെ, ഹൈഡ്രജൻ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ കോപ്പർ പോലെയുള്ള വലിയ ആറ്റങ്ങളുടെ ഇന്നർ ഓർബിറ്റിൽ ട്രാൻസിഷൻ നടന്നാൽ എക്സ്റേ എമിറ്റ് ചെയ്യും. എക്സ്റേ മിഷൻ അങ്ങനെ നടക്കും. ഒന്നും മനസ്സിലാക്കി വയ്ക്കുക. സാധാരണ ഈ ഇലക്ട്രോണിക് ട്രാൻസിഷനിൽ യു വി വിസിബിളാണ് എമിറ്റ് ചെയ്യുക. ഇനി ഇലക്ട്രോണിക് കഴിഞ്ഞാൽ വരുന്നതാണ് വൈബ്രേഷൻ ട്രാൻസിഷൻ. വൈബ്രേഷൻ ട്രാൻസിഷൻ ഇൻഫ്രാറെഡ് എമിറ്റ് ചെയ്യുക. എനർജി കുറഞ്ഞു അല്ലേ? ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ലൈറ്റും അൾട്രാവയലറ്റും അല്ലേ പറഞ്ഞത്? വിസിബിൾ ലൈറ്റും അൾട്രാവയലറ്റും, അതൊന്ന് എനർജി കുറഞ്ഞു, ഇവിടേക്ക് വന്നു. അതിൽ എനർജി കുറവായിരിക്കും റൊട്ടേഷൻ ട്രാൻസിഷൻ. അത് മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത്. വൈബ്രേഷൻ എന്നുള്ളത് ഇൻഫ്രാറെഡിലും റൊട്ടേഷൻ എന്നുള്ളത് മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. കണ്ടോ? അപ്പോൾ EVR എന്നുള്ള ഓർഡറിലാണ് ഇലക്ട്രോണിക്, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷൻ. EVR എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രോണിക്, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷൻ. ആ ഓർഡറിലാണ് എനർജി ഡിക്രീസിങ് ഫ്രം UV ടു മൈക്രോവേവ്, അല്ലെങ്കിൽ ഫ്രം എക്സ്റേ ടു മൈക്രോവേവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അഡീഷണൽ എനർജിയുടെ കാര്യം പറയുമ്പോൾ, ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് എനർജി, വൈബ്രേഷണൽ ഇലക്ട്രോണിക് എനർജി ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി, ഇലക്ട്രോണിക് എനർജിയും വൈബ്രേഷണൽ എനർജിയും റൊട്ടേഷണൽ എനർജി എല്ലാം കൂടിയതാണ്. ഇലക്ട്രോണിക് എനർജി എന്നുള്ളത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. മോളിക്യൂളിൻ്റെ ആറ്റങ്ങളുടെ ജനറലി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോണിക് എനർജി ഉണ്ട് ഒരു ആറ്റത്തിന്. വൈബ്രേഷണൽ എനർജി നമ്മൾ ബോർ തിയറി എന്നൊക്കെ ഇലക്ട്രോണിക് എനർജി എഴുതാറുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ നമ്മൾ എഴുതില്ല, ഒരു ഷെല്ലിൻ്റെ എനർജി പറയുമല്ലോ, ഒരു പെർട്ടിക്കുലർ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എനർജി പറയുമല്ലോ. അതേപോലെ വൈബ്രേഷൻ എനർജിയുടെ ഫോമുലയാണ് ന്യൂ പ്ലസ് ഹാഫ് എച്ച് ന്യൂ വൈബ്രേഷൻ. എച്ച് ന്യൂ ഫ്രീക്വൻസിയാണ്. ഇത് നമ്മൾ ന്യൂ എന്നുള്ള വൈബ്രേഷൻ ക്വാണ്ടം നമ്പറാണ്. വൈബ്രേഷൻ ക്വാണ്ടം നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ എഴുതിയില്ല, അത് തന്നെയാണ് ഇവിടെ ന്യൂ വന്നോളൂ. വൈബ്രേഷൻ അല്ലേ? ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആ ഫോമുല ഇനി വരും, N പ്ലസ് ഹാഫ് H ക്രോസ് ഒമേഗ എന്ന് എഴുതിയില്ലേ, അല്ലെങ്കിൽ H ക്രോസ് ഒമേഗ H ന്യൂ എന്ന് എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ, H ന്യൂ എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂ പ്ലസ് ഹാഫ് H ന്യൂ, മനസ്സിലായി? ഇത് ആ ഫോമുല തന്നെയാണ്, വൈബ്രേഷൻ അല്ലേ? അപ്പോൾ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫോമുലയാണ്. റൊട്ടേഷണൽ എനർജി ലെവൽസിന് BJ × J+1, ഇത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറാണ്, J ആണ് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. ആംഗുലർ മൂവ്മെൻ്റ് ക്വാണ്ടം നമ്പർ അല്ല, റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ J ആണ് അത് കേട്ടോ. BJ × J+1 ആണ്. അപ്പോൾ ഇതിൽ Jക്ക് ഇത് ക്വാണ്ടൈസ്ഡ് ആണ്, അതുകൊണ്ടാണ് റൊട്ടേഷണൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് J0 1 2 ഉണ്ടോ. ഇതെല്ലാം 0 1 തൊട്ട് തുടങ്ങാം. ഓക്കെ, J0 കൊടുത്തത് 0 ആയി പോകും അല്ലേ? ഈ J0 കൊടുത്തത് 0 ആയി പോകും. ഓക്കെ, 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. B റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, മനസ്സിലാക്കുക. ഇനി എനർജി സ്കെയിൽ ഏകദേശം നോക്കി, ഇലക്ട്രോണിക് എനർജി എന്നുള്ളത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഇത് കോമൺ ആയിട്ട് പറയുന്നത്. 10,000 തൊട്ട് 50,000 വരെ. വൈബ്രേഷനിലാണെങ്കിൽ 500 തൊട്ട് 4,000 വരെ. റൊട്ടേഷനിലാണെങ്കിൽ മൈക്രോവേവിൻ്റെ ഭാഗത്ത്. അപ്പോൾ നമുക്കിനി ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇൻഫ്രാറെഡ് ഇതിൽ വരുന്നത് ഏത് ട്രാൻസിസ്റ്ററാണ്? ഇൻഫ്രാറെഡ് വരുന്നത് വൈബ്രേഷൻ ഉണ്ടോ. അൾട്രാവയലറ്റ് വരുന്ന ഏതിലാണ്? അൾട്രാവയലറ്റും വിസിബിളൊക്കെ വരുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. എക്സ്റേ വരുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ തന്നെ, ഇന്നർ ഷെൽസ് തമ്മിൽ, വലിയ ആറ്റങ്ങൾ ഇന്നർ ഷെൽസ് തമ്മിലുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ഗാമ വരുന്നത് ന്യൂക്ലിയർ ട്രാൻസിഷനാണ്. ന്യൂക്ലിയർ ട്രാൻസിഷനിൽ മാത്രമേ ഗാമ എമിറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്നത് P3 വരുന്നത് തന്നെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് മാത്രം നോക്കി, അത് മാത്രം അറിയുന്ന ആൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. P3 Q1 R4 ആൻഡ് S2, മനസ്സിലായോ? അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ഇൻഫ്രാറെഡ് വൈബ്രേഷനും അല്ലേ, UV വിസിബിൾ ഇലക്ട്രോണിക്കും, എക്സ്റേകൾ ഇന്നർ ഷെല്ലുകളുടെ, വലിയ ആറ്റങ്ങളുടെ ഇന്നർ ഷെല്ലുകൾ തമ്മിൽ ട്രാൻസിഷനും,
ന്യൂക്ലിയർ ഗാമയും. ഒരു കാര്യം ഇതിലില്ല, റൊട്ടേഷൻ ആണെങ്കിൽ റൊട്ടേഷനിൽ എങ്ങനെയാണ്? റൊട്ടേഷൻ എന്നുള്ളത് മൈക്രോവേവ് റീജിയനിലാണ്. പ്യൂർ റൊട്ടേഷൻ സ്പെക്ട്രം ഡയറ്റം മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് റൊട്ടേഷൻ മെനി ഈക്വലി സ്പേസ്ഡ് ലൈൻസ് അല്ലേ? റൊട്ടേഷൻ സ്പെക്ട്രം അങ്ങനെയല്ലേ? ഒരു മെനി ഈക്വലി സ്പേസ്ഡ് ലൈൻസ്, 2 അല്ല 3 അല്ല, മെനി ഈക്വലി സ്പേസ്ഡ് ലൈൻസ്. ആ ഈക്വലി സ്പേസ്ഡ് ലൈൻസ് എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ആ റൊട്ടേഷൻ ലെവൽ കണ്ടില്ലേ, ബി അതിന്നാണ് അത് വരുന്നത് കേട്ടോ. വൈബ്രേഷനിലും അങ്ങനെയാണല്ലോ അല്ലേ, ഈക്വലി സ്പേസ് ലൈൻസ്. അപ്പോൾ റൊട്ടേഷൻ ലെവൽസ് നമ്മൾ നേരത്തെ വേറൊരു പേജിൽ നോക്കിയില്ലേ, ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1, എന്താ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ് വരുന്നത്. അതൊന്ന് ചെയ്തു വരുമ്പോഴാണ് റൊട്ടേഷൻ ട്രാൻസിഷൻ്റെ എനർജി നമുക്ക് കിട്ടുന്നത്. മെനി ഈക്വലി സ്പേസ്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻസ് ഒബ്സർവ്ഡ് ഇൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി? നമ്മൾ പഠിച്ചു ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. IR സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പഠിച്ചു അബ്സോർപ്ഷൻ ഓഫ് IR റേഡിയേഷൻ. ഇൻ IR റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് എന്തുണ്ടാവും? ബോണ്ടുകൾ വൈബ്രേറ്റ് ചെയ്യും. ബോണ്ടുകളിൽ മോളിക്യൂൾസിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? വൈബ്രേറ്റ് ചെയ്യുമ്പോൾ IR എമിറ്റ് ചെയ്യും, IR അബ്സോർബ് ചെയ്താൽ വൈബ്രേറ്റ് ചെയ്യും. ദ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ ഓഫ് IR സ്പെക്ട്രം. IR സ്പെക്ട്രത്തിൽ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. 500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് തൊട്ട് 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. 4000 എന്നൊക്കെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഉണ്ട് ശരിക്കും. ഈ 500 എന്നുള്ളത് 400 എന്ന് ആക്കിയാലും മതി, 400 സെൻറ്റിമീറ്റർ ഉണ്ട്. പക്ഷേ ഇതിൽ 400 തൊട്ട് 4000 എന്ന് പറയുമ്പോൾ മെയിനായിട്ട് IR സ്പെക്ട്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പോൾ FTIR ഒക്കെ എടുക്കുമ്പോൾ, FTIR ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് 400 തൊട്ട് 1500 വരെയുള്ള റീജിയനാണ്. അതിനെയാണ് ഫിംഗർ പ്രിൻറ്റ് റീജിയൻ ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫിംഗർ പ്രിൻറ്റ് റീജിയൻ. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ, IR റീജിയൻ. ഇത് നമ്മൾ നാനോമീറ്ററിലേക്ക് എഴുതുമ്പോൾ ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് അല്ലേ? വേവ് ലെങ്ത്ത് ഇതിപ്പോൾ ഇതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് 1/λ അല്ലേ? വേവ് നമ്പർ അല്ലേ 1/λ. അപ്പോൾ വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി അപ്പോൾ ഇത് ഏകദേശം ഒരു 6600 നാനോമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഇത് വരുന്നത് ഏകദേശം ഒരു 25000 നാനോമീറ്ററിന് കറസ്പോണ്ടിങ് ആണ്. അതൊക്കെ IR റീജിയനാണ്, നമുക്കറിയാം. ലൈറ്റിൻ്റെ റീജിയൻ അറിയാലോ, ലൈറ്റിൻ്റെ 400 നാനോമീറ്റർ തൊട്ട് 700 ഓൾമോസ്റ്റ് 700 നാനോമീറ്റർ വരെയല്ലേ ലൈറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള റീജിയനാണല്ലോ IR. അതിലും കൂടുതൽ വേവ് ലെങ്ത് കൂടിയതാണ്. അപ്പോൾ അതിൽ ഈ ഭാഗങ്ങളാണൊക്കെ വരുന്നത്. 6600 നാനോമീറ്റർ ഈ റീജിയൻ. നമുക്കിത് കൺവേർട്ട് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 1/λ ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ ട്രാൻസിഷൻസ് ടിപ്പിക്കലി ഒക്കർ ഇൻ വിച്ച് റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? റൊട്ടേഷനിൽ ഏതിലാണ് വരിക? റൊട്ടേഷൻ മൈക്രോവേവ് അല്ല വരിക. അതെ, ഇതാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്കുലർ ട്രാൻസിഷൻസ് ഇൻവോൾവ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഏതാ? വൈബ്രേഷനിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് അല്ലേ. ദ സെലക്ഷൻ റൂൾ, റൊട്ടേഷൻ്റെ ഒരു സെലക്ഷൻ റൂൾ ΔJ +or-1 ആണ്. അത് പഠിച്ചു വയ്ക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ഇൻവോൾവ്സ് ദ ഹയസ്റ്റ് എനർജി ചേഞ്ച്? ഏതിലാണ് ഹയസ്റ്റ് എനർജി ചേഞ്ച് വരിക? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് അല്ലേ. ഹയസ്റ്റ് എനർജി ചേഞ്ച് വരിക ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. ഇലക്ട്രോണിക് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് EVR എന്ന് പറഞ്ഞില്ല, ആ ഓർഡറിലാണ്. ഏറ്റവും കൂടുതൽ എനർജി വരുന്നത് ഇലക്ട്രോണിക്കാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് വൈബ്രേഷൻ എനർജി ലെവൽസ്? വൈബ്രേഷൻ എനർജി ലെവൽസ് ഏതാ ശരിയായിട്ടുള്ളത്? ദേ ആർ ഈക്വലി സ്പേസ്ഡ് എന്നുള്ളത് ശരിയല്ലേ? വൈബ്രേഷൻ എനർജി ലെവൽസ് അല്ലേ, they are more widely spaced than rotation levels. They are more widely, one second. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റിയൽ മോളിക്യൂൾസ് നമ്മൾ വൈബ്രേഷൻ എനർജി ലെവൽസ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കാര്യമാണ്. ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ എടുക്കുകയാണെങ്കിൽ അവിടെ എനർജി എന്നുള്ളത് En = n+12 അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഈ കേസിലെ എനർജി ലെവൽസൊക്കെ ഈക്വലി സ്പേസ്ഡ് ആണ്. പക്ഷേ റിയൽ മോളിക്യൂൾസിലേക്ക് വരുമ്പോൾ അവിടെ അൺഹാർമോണിസിറ്റി ഉണ്ട്.
റിയൽ മോളിക്യൂൾസിൽ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എനർജി ലെവൽസ് ഈക്വലി സ്പേസ്ഡ് അല്ല. അപ്പോൾ ഇതല്ല ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ദേ ആർ മോർ വൈഡ്ലി സ്പേസ്ഡ് ദാൻ റൊട്ടേഷൻ ലെവൽസ്. ഇത് എപ്പോഴും ശരിയാണ്, മനസ്സിലായി? ഇത് എപ്പോഴും ശരിയാണ്. കാരണം വൈബ്രേഷണൽ എനർജി അല്ലേ കൂടുതൽ നമ്മൾ പറഞ്ഞില്ല, ഈ ഇലക്ട്രോണിക് എനർജി ഗ്രേറ്റർ ആണ് ഏതിനേക്കാളും, വൈബ്രേഷണൽ എനർജിയെക്കാളും, വിച്ച് ഇസ് അഗെയിൻ ഗ്രേറ്റർ ദാൻ റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷണൽ എനർജിയുടെ ലെവൽസ് തമ്മിലുള്ള സ്പേസിനേക്കാളും കൂടുതലാണ് വൈബ്രേഷണൽ ലെവൽസിൻ്റെ സ്പേസിങ്. അത് കറക്റ്റാണ്. ഇത് റിയൽ മോളിക്യൂൾസിലേക്ക് വരുമ്പോൾ ശരിയല്ല. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മൾ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞപ്പോൾ അവിടെ ഈക്വലി സ്പേസ്ഡ് ആണെന്ന് പറഞ്ഞെങ്കിലും റിയൽ മോളിക്യൂൾസിൽ ഹയർ ലെവലുകളിലേക്ക് വരുമ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കാണിച്ചാൽ, ഇൻ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ വൈബ്രേഷൻ എനർജി ലെവൽസ് ആർ കൺസിഡർഡ് ഈക്വലി സ്പേസ്ഡ്. ഹൗവർ real molecules exhibit anharmonicity, meaning their energy levels are not perfectly equally spaced and they become closer together at higher energy levels. ഓക്കെ, കുറച്ചുകൂടി അടുത്തടുത്ത് വരികയാണ് ഹയർ. ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് അകലമുണ്ട്, മുകളിലേക്ക് പോകുന്നതോറും അകലം ഇങ്ങനെ റിയൽ മോളിക്യൂൾസിൽ കുറച്ച് കുറഞ്ഞു വരിക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആൻസർ അത് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് രണ്ട് കറക്റ്റ് ഓപ്ഷനായി. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതും കറക്റ്റായിട്ട് തോന്നും, പക്ഷേ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് റിയൽ മോളിക്യൂൾസിൻ്റെ കേസിൽ കറക്റ്റ് അല്ല. ടിപ്പിക്കലി ഒരു ഹാർമോണിക് ഓസിലേറ്റർ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ തിയറട്ടിക്കൽ മോഡലാണല്ലോ, അവിടെ നമുക്ക് ഈക്വലി സ്പേസ്ഡ് ആയിട്ട് കിട്ടുന്നത്. ഇൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് അബ്സോർപ്ഷൻ ഓഫ് UV ഓർ വിസിബിൾ ലൈറ്റ് ഒക്കേഴ്സ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ മോളിക്കുലർ ഓർബിറ്റ്സ്. ശരിയല്ലേ? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് എമിറ്റ് ചെയ്യുന്നത്? UV ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ എമിറ്റ് ചെയ്യല്ല, അബ്സോർബ് ചെയ്യുന്നതും. അബ്സോർബ് ചെയ്താൽ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകും ഇലക്ട്രോൺസ് അല്ലേ? എമിറ്റ് ചെയ്തപ്പോഴാണ് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോഴാണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജി ലെവൽസിൻ്റെ ഇടയ്ക്കുള്ള മൂവ്മെൻ്റ് ആണ്. ഗാമ റേസ് ഒക്കെ ന്യൂക്ലിയർ ആണ്. വൈബ്രേഷൻ എന്നുള്ളത് IRൻ്റെ കേസ് IR ആണ് അല്ലേ? റൊട്ടേഷണൽ മോളിക്യൂൾസ് നടക്കുമ്പോൾ അത് മൈക്രോ ആണ്. നമ്മൾ പഠിച്ചല്ലേ അത്. വിച്ച് ക്വാണ്ടം നമ്പർ ചേഞ്ചസ് ഡ്യൂറിങ് എ പ്യുവർ റൊട്ടേഷൻ ട്രാൻസിഷൻ? അവിടുത്തെ J ആണ് ക്വാണ്ടം നമ്പർ അല്ലേ? റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ J അല്ലേ? ദ സെലക്ഷൻ റൂൾ ഓഫ് വൈബ്രേഷണൽ ട്രാൻസിഷൻ ഇൻ എ ഡയറ്റീവ് മോളിക്യൂൾ, അത് നേരത്തെ നമ്മൾ റൊട്ടേഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഡെൽറ്റ V ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, അല്ലെങ്കിൽ ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്. ഡെൽറ്റ V എന്ന് എഴുതാം. വൈബ്രേഷൻ്റെ ക്വാണ്ടം നമ്പർ V, റൊട്ടേഷന് J, വൈബ്രേഷന് V. പ്ലസ് ഓർ മൈനസ് 1 തന്നെയാണ് വരുന്നത്. ഡെൽറ്റ J പ്ലസ് ഓർ മൈനസ് 1 റൊട്ടേഷനിൽ പറഞ്ഞ പോലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് കറക്റ്റ്? വേവ് ലെങ്ത് പ്രൊപ്പോർഷൻ അങ്ങനെയല്ല. വേവ് നമ്പർ നമ്മൾ ന്യൂ ബാർ എന്നല്ലേ, അത് 1/λ ആണ്. അപ്പോൾ വേവ് നമ്പർ എനർജി നമ്മൾ പഠിക്കുമ്പോൾ എനർജി h ന്യൂ ആണ്. അപ്പോൾ വേവ് നമ്പർ വെച്ച് വരുമ്പോൾ c/λ ആണ് അല്ലേ? 1/λ. അപ്പോൾ hc × 1/λ നമുക്ക് ന്യൂ ബാർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ വേവ് നമ്പർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് നമ്പർ. വേവ് നമ്പർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, തെറ്റാണ്. വേവ് നമ്പർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി, ഇത് കറക്റ്റാണ്. ബി കറക്റ്റാണ്. വേവ് ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, അത് തെറ്റാണല്ലോ. വേവ് ലെങ്ത് ഫ്രീക്വൻസി നമ്മൾ ന്യൂ ഈസ് ഈക്വൽ ടു c/λ അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വേവ് ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതും തെറ്റല്ലേ? എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? തെറ്റാണ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ടെസ്റ്റിലുള്ളത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിഗ്രി ലെവലിലൊരു പോർഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഐഡിയകളെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.